രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ പൊന്നാനി ബോട്ട് അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് ഷിപ്പിംഗ് മന്ത്രാലയം. അന്വേഷണത്തിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥർ പൊന്നാനിയിലെത്തും. അപകടത്തിൽ ബോട്ട് പൂർണ്ണമായി തകർന്നതിനാൽ വലിയ നഷ്ടമുണ്ടായെന്നും സർക്കാർ ധനസഹായം നൽകണമെന്നും ബോട്ടുടമ നായനാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ മരിച്ച രണ്ടുപേരും 7 വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പം നമ്മൾക്ക് ഏക ആശ്രയം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളാണ്. മരുന്നിന് ഒരു 8000 രൂപയോളം മാസത്തിൽ വേണ്ടി വരും. അപ്പോൾ ആദ്യമൊക്കെ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് കിട്ടണില്ല. തീർച്ചയായും സർക്കാരിന് കനിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബോട്ട് ഫുള്ളായി താന്നുപോയി. പിന്നെ ആള് അതിൻ്റെ അടിയിൽ പെട്ടുകൊണ്ട് അവർ ബോട്ട് പൊന്തിച്ചിട്ട് ആളെ കിട്ടിയതിന് ശേഷം വലിച്ചതാണ്. പക്ഷേ റോപ്പ് പൊട്ടി താഴേക്കന്നെ പോയി. ഏകദേശം 1 ലക്ഷം റുപ്യേൻ്റെ മത്സ്യം ഉണ്ടെന്നാണ് അവർ പറയണത്. മത്സ്യമൊക്കെ അത് പോയി മുബഷിർ പി അക്ബറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മുബഷിർ, ഏക ജീവനോപാധിയായിരുന്നു ഈ ബോട്ട്, ഈ നൈനാറിന്റെ. അപ്പോൾ സർക്കാർ ധനസഹായം, നഷ്ടപരിഹാരം നൽകണം എന്ന് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ആവശ്യവും? നിശ്ചയമായും ആര്യ, വലിയ നഷ്ടം സംഭവിച്ച ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ധനസഹായം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ ഒരു ബോട്ടിൻ്റെ ഉടമ നൈനാർ റിപ്പോർട്ടർ ടിവിയിലൂടെ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്കറിയാം നാടിനെ നടക്കിയ ഒരു സംഭവം ഉണ്ടായത്. മത്സ്യബന്ധനത്തിനായി പോയ പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ടായ ഇസ്ലാഹായിരുന്നു ചരക്കു കപ്പലായ സാഗർ യുവരാജ് ഇടിച്ചുകൊണ്ട് പൂർണ്ണമായും തകർന്നിരുന്നത്. ഈ ഒരു അപകടത്തിൽ ബോട്ട് പൂർണ്ണമായും തകരുകയും 2 മത്സ്യത്തൊഴിലാളികളും മരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ഒരു മരണം സംഭവിച്ചവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റ 4 പേർക്കും മത്സ്യബന്ധന ബോട്ടിന് ഉടമയായ തനിക്കും ധനസഹായം സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പൊന്നാനിയിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിച്ചേരുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം മെർച്ചന്റൈൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അല്പം വൈകാതെ, അധികം ദിവസം വൈകാതെ തന്നെ പൊന്നാനിയിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷുറൻസ് നടപടികളുടെ ഭാഗമായി ഒരു കപ്പലിൻ്റെ ഇൻഷുറൻസ് നടപടികൾ നൽകുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പൊന്നാനിയിൽ എത്തിച്ചേരും. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത തലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊന്നാനി സ്വദേശികളായ ഗഫൂറും അതുപോലെ തന്നെ സലാമുമായിരുന്നു മരിച്ചിരുന്നത്. മറ്റു 4 മത്സ്യത്തൊഴിലാളികൾ ഒരു കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ തന്നെയായിരുന്നു രക്ഷപ്പെടുത്തിയിരുന്നത്. ഇവർ നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ കഴിഞ്ഞ 7 വർഷമായി ഒരു ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി പോയിരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവനോപാധിയായ ഈ ഒരു മത്സ്യബന്ധന ബോട്ട് തകർന്നതുകൊണ്ട് തന്നെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ചെറിയ സഹായങ്ങൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബോട്ട് ഉടമ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം 2 ദിവസത്തിൽ തന്നെ പൊന്നാനിയിൽ സമഗ്ര അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിച്ചേരുകയും ചെയ്യും. മുബഷീർ, നഷ്ടപരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം ഉണ്ടാകണമെന്നാണ് ബോട്ടുടമയുടെയും ആവശ്യം. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.